നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ബോയിങ് 787 ഡ്രീം ലൈനറുകളൊക്കെ തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അടിയന്തരമായി നിലത്തിറക്കുന്നതാണ് പതിവ്. കഴിഞ്ഞ ദിവസം എത്യോപ്യയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന ഒരു എത്യോപ്യൻ എയർലൈൻസ് വിമാനത്തിനും ഇതേ അവസ്ഥ സംഭവിച്ചിരുന്നു. വിമാനം എത്യോപ്യയിലെ അഡിസ് അബാബയിൽ നിന്ന് മുംബൈയിലേക്ക് പറക്കുന്ന വഴി പെട്ടെന്ന് തന്നെ വിമാനത്തിനുള്ളിൽ മർദ്ദം കുറഞ്ഞതായി അനുഭവപ്പെട്ടു. പല യാത്രക്കാരും, അത് ക്യാബിൻ ക്രൂ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി തന്നെ മുംബൈയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇതിലെ പല യാത്രക്കാരെയും ആശുപത്രികളിലേക്ക് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. പലർക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇവരിൽ പലരെയും ആശുപത്രികളിലേക്ക് മാറ്റിയത്. എന്താണ് വിമാനത്തിന് ഈ ഒരു സംഘ തകരാറുണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് താമസിയാതെ തന്നെ അന്വേഷണം നടക്കും എന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഈ സംഭവം വ്യോമയാന മേഖലയെ തന്നെ വീണ്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ബോയിങ് 787 ഡ്രീം ലൈനറുകളൊക്കെ തന്നെ അപകടങ്ങളിൽപ്പെട്ടിട്ടുള്ളതായിരുന്നില്ല. മാത്രവുമല്ല, അവയെക്കുറിച്ച് ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന വിമാനങ്ങളെന്ന സൽപ്പേരും ഉണ്ടായിരുന്നതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ നിരന്തരമായി ഡ്രീം ലൈനറുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെന്നുപെടുന്നത്. അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്ന സമയത്താണ് വിമാനത്തിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. ഏതാണ്ട് 33,000 അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു വിമാനം. ആദ്യം 1-2 യാത്രക്കാർക്ക് മാത്രമാണ് അസ്വസ്ഥത ഉണ്ടായതെങ്കിൽ പിന്നീട് കൂടുതൽ പേർ ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയായിരുന്നു. വിമാനത്തിനുള്ളിലെ സമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഏതെങ്കിലും സാങ്കേതിക തകരാറായിരിക്കാം ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഈ മാസം 23-ന്, കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഈ മാസം 23-ാം തീയതി എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം സമാനമായൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അത് പക്ഷേ ബോയിങ് ഡ്രീം ലൈനർ ആയിരുന്നില്ല, ബോയിങ് 777 ഇനത്തിൽപ്പെട്ടൊരു വിമാനമായിരുന്നു. ഈ വിമാനവും പറക്കുന്ന വേളയിൽ യാത്രക്കാർക്ക് വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുകയും പലർക്കും ഛർദിയും തലകറക്കമൊക്കെ തന്നെ അനുഭവപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ആ വിമാനവും അടിയന്തരമായി തന്നെ നിലത്തിറക്കിയിരുന്നു. ഇത് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന വിമാനത്തിലാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ മറുപടി എയർ ഇന്ത്യ നൽകിയിട്ടില്ല. ഈ വിമാനത്തിലെ പല യാത്രക്കാരെയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ വിമാനത്തിനും എന്താണ് സാങ്കേതിക തകരാറുണ്ടായത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വ്യോമ ഗതാഗത മേഖലയെ ആകെ തന്നെ ഉലയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബോയിങ് വിമാന കമ്പനിയെ സംബന്ധിച്ചും ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഒരുപക്ഷെ അവരുടെ പ്രധാന എതിരാളികളായ എയർബസിനെക്കുറിച്ച് ഇത്രയും പരാതികൾ വരാത്തൊരു സാഹചര്യത്തിൽ നിരന്തരമായി ബോയിങ് വിമാനങ്ങൾ അപകടത്തിൽപ്പെടുകയും ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം അമേരിക്കയുടെ അഭിമാനകരമായൊരു വിമാന കമ്പനിയാണ് ബോയിങ് എന്ന് പറയുന്നത്. കുറേ നാൾ മുമ്പ് അവിടെ ജീവനക്കാരുടെ സമരമൊക്കെ നടന്നിരുന്നു. അങ്ങനെ പല വിമാനങ്ങളും നിർമ്മിച്ചു നൽകുന്നത് വൈകാൻ അത് കാരണമായി മാറിയിരുന്നു. പിന്നീട് ഇപ്പോൾ പൂർണ്ണമായ തോതിൽ ഉൽപ്പാദനം അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ഉയർത്തുന്നത് ഭാവിയിൽ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇന്നലെ മുംബൈയിലുണ്ടായ ഈ ഒരു പ്രശ്നം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണം എയർ ഇന്ത്യ ഉടൻ തന്നെ നൽകാനാണ് സാധ്യത.